നമ്മൾ മറ്റ് മേഖലകളിലേക്കും മണ്ഡലങ്ങളിലേക്കും പോകേണ്ട സ്ഥിതി. തിരുവനന്തപുരത്ത് നിന്ന് MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, ഇപ്പോൾ 6 മണി വരെയുള്ള പോളിംഗ് ശതമാനം നോക്കുമ്പോൾ 62.52% എന്നൊരു പോളിംഗ് ശതമാനത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യം. 73.45 എന്നുള്ള 2019 കണക്ക്. ഇനിയും ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള പുതിയ കണക്കുകൾ വരുമ്പോൾ ഏകദേശം ആ കണക്കിനോട് തന്നെ അടുത്ത് നിൽക്കും. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിനൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു ട്രെൻഡ് അത് ഏത് മുന്നണിക്കാണ് കൂടുതൽ ആശ്വാസം നൽകുന്നത്? ഒപ്പം തീരദേശ മേഖലയിൽ ഉണ്ടായ വലിയ പോളിംഗ്, തീരദേശ മേഖലയെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തിരുവനന്തപുരത്ത് 3 മുന്നണികളുടെയും പ്രചാരണം പ്രധാനമായിട്ടും നടന്നത്. അപ്പോൾ അത് 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നതാണോ? അപർണ, തീർച്ചയായും അത്തരത്തിലുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മണി വൈകി കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇവിടെ വോട്ട് ചെയ്യാൻ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ ഞാൻ നിൽക്കുന്നത് അമ്പലത്തറ ബൂത്തിലാണ്. ഇവിടെ ഏകദേശം 12ഓളം ബൂത്തുകളുണ്ട്. ഇതിൽ പകുതിയോളം ബൂത്തുകളിലും ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ ഈ 109 നമ്പർ ബൂത്തിൽ ഇനി ഏകദേശം 6 അല്ലെങ്കിൽ 7 ആളുകൾ മാത്രമാണ് ഇനി വോട്ട് രേഖപ്പെടുത്താനുള്ളത്. ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ, അതായത് തീരദേശ മേഖലയിലെ പല ബൂത്തുകളിലും ഇപ്പോഴും ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 അല്ലെങ്കിൽ 2014 ആ കണക്കുകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ തീരദേശ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ UDF നേതൃത്വത്തിന് സാധിച്ചത്. ഇത്തവണയും ഈ മേഖലയിൽ നിന്ന് തന്നെ ഭൂരിപക്ഷം ഉയർത്താനാകുമെന്നുള്ള പ്രതീക്ഷ, ശുഭപ്രതീക്ഷ UDF നേതൃത്വം മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ BJPയും ഒപ്പം തന്നെ LDFും അതേ സാഹചര്യം തന്നെ ഉയർത്തിക്കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 മുന്നണികളും ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ പ്രചാരണം കാഴ്ചവെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കൂടുതൽ പ്രചരണ പരിപാടികൾ നടത്തുകയും കൂടുതൽ നേരം സ്ഥാനാർത്ഥികൾ ഈ മേഖലകളിലേക്കൊക്കെ തന്നെ ചെലവഴിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ഔദ്യോഗിക കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73.45 ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് മറികടക്കുമെന്ന് നമ്മൾ രാവിലത്തെ ആ പോളിംഗ് ശതമാനം ഉയരുന്നത് കണ്ടപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞതോടുകൂടി പോളിംഗ് മന്ദഗതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു.